Welcome to my YouTube channel, Dark and Mom. Stay tuned. വെക്കേഷൻസ് മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് കേൾക്കുന്നതാണ് കേട്ടോ, ബോറടി എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാമെന്നുള്ളത്. സോ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാം. എനിക്കും കുറേ നാളായി പുറത്തിറങ്ങിയിട്ട്. സോ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത് തൃശ്ശൂർ ടൗണാണ്. സോ ഒന്ന് തൃശ്ശൂർ പോയി ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് മക്കളെയും കൊണ്ട് പോയത്. ഓട്ടോയും ബസ്സും ട്രെയിനൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്, കാറിലൊന്നും അല്ല. സോ ഓട്ടോ വിളിച്ച് നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂരിന് തൃശ്ശൂരിലേക്ക് രാവിലെ 9:15 ഒരു ട്രെയിൻ ഉണ്ട്. അത് പിടിച്ചിട്ട് പോകാനാണ് ഞങ്ങൾ ഒരുങ്ങിയത്. മക്കൾക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ആ ട്രെയിനിന് തിരക്കൊന്നുമില്ല, ഒരു പാസഞ്ചറാണ്, തിരക്കൊന്നുമില്ല, ആളൊഴിഞ്ഞ സീറ്റൊക്കെ കിടന്ന് പോകാനൊക്കെ പറ്റിയൊരു ട്രെയിനായിരുന്നു. അവർക്ക് ട്രെയിൻ യാത്ര അല്ലെങ്കിൽ പണ്ട് മുതലേ ഇഷ്ടമുള്ളതാണ്. ഇതേപോലെ ചെറിയ മോൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. അവന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പുറത്ത് നോക്കിയിരുന്ന കാഴ്ചകളൊക്കെ കണ്ട്. ഒരു ചൂടൊന്നും തുടങ്ങിയിട്ടില്ല, രാവിലെ ഒരു 9:15 അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തൃശ്ശൂർ എത്തുകയും ചെയ്യും. സോ ഒരു ട്രെയിൻ യാത്ര നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് പോയി. കുറച്ച് നേരം ഉള്ളെങ്കിലും ചിരിച്ച് ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞു. ഉപ്പച്ചിനെയും ഞങ്ങൾ വിളിച്ചിരുന്നു കേട്ടോ. ഒരു ദിവസമല്ലേ ഉള്ളൂ, കടങ്ങ് അടച്ചിട്, നമുക്കിന്നൊന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഉപ്പച്ചിനെയും വിളിച്ചു കൊടുന്നു. ഞങ്ങളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. മക്കൾക്ക് ശോഭ സിറ്റി മോളിൽ പോകണം, ഞങ്ങൾക്ക് അതായത് എനിക്കും എൻ്റെ ഉമ്മച്ചിക്കും ഹൈലൈറ്റ് മോളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല, ഭയങ്കര ഹൈപ്പൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഹൈലൈറ്റ് മോൾ മതി എന്നാണ്. എന്തായാലും ഓട്ടോ വിളിച്ചു. നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാനാണ് പോകുന്നത്. അതിനുശേഷം എന്തായാലും തീരുമാനിക്കുകയുള്ളൂ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ഭാരത് റെസ്റ്റോറൻറ്റിൽ പോയി അവിടുന്ന് മസാല ദോശ ആൻഡ് നല്ല കടുപ്പത്തിലൊരു ചായയും അടിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. മെഹക്കിന് എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊരു പനി വരുന്ന ലക്ഷണം ഉണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം അവൾ ഫുഡൊക്കെ ഇങ്ങനെ ബാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും ട്രിപ്പിൻ്റെ ആ ഒരു ഓളത്തിൽ അവളതൊന്നും പറയുന്നില്ല, വയ്യ എന്നുള്ള കാര്യമൊന്നും. അപ്പോൾ ഫുഡ് നൈസായിട്ട് ഞങ്ങൾ അവിടുന്ന് കഴിച്ചതിന് ശേഷം മോന് ഞങ്ങൾ പാല് ബോട്ടിൽ മിൽക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതും കൊടുത്ത് നെക്സ്റ്റ് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ നേരെ ഹൈലൈറ്റ് മോളിലേക്ക് പോയത്. ഹൈലൈറ്റ് മോളിൽ നിന്ന് പിന്നെ ശോഭ സിറ്റി മോളിൽ പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഹൈലൈറ്റ് മോള് കുറച്ച് ദൂരെയാണ് കേട്ടോ, ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 7 കിലോമീറ്റേഴ്സൊക്കെ ടൗണിൽ നിന്ന് മാറിയിട്ടാണ്. വലിയൊരു മോളാണ്, പക്ഷെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യരില്ല. അത്രയും രാവിലെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു 10:30, 10:45, 11 മണിയായപ്പോൾ എത്തി. ഒരു മനുഷ്യരില്ല, ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ തോന്നണു. അവിടുത്തെ ഓരോ ഔട്ട്ലെറ്റ്സൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഭയങ്കര വലിയ മോളാണ്, പക്ഷെ ആൾക്കാരില്ലാത്തത് കൊണ്ട് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. ചെന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു. ഞാൻ അവിടെ മൾട്ടിപ്ലെക്സ് ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് കരുതിയത്. രാവിലെ തന്നെ ഒരു മൂവി കണ്ടിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ മൾട്ടിപ്ലെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടു. ഇത് അവിടെ ആ ഹൈലൈറ്റ് മോളിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ അവരുണ്ടാക്കി വെച്ചതാണ്. മക്കൾക്കും അവിടെ എന്തോ വല്ലാതെ പിടിച്ചില്ല, കാരണം പ്ലേ ഏരിയ ഒന്നും അവിടെ ഓപ്പൺ ആയിട്ടില്ല. ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ പ്ലേ ഏരിയ ഉണ്ട്, മൾട്ടിപ്ലെക്സ് ഉണ്ടെന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ നേരെ ഹൈലൈറ്റ് മോളിലേക്ക് വിട്ടത്. അപ്പോൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. പക്ഷേ താഴെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സന്തോഷം. എൻ്റെ ഉപ്പച്ചി ഗൾഫുകാരനായതുകൊണ്ട് പറയല്ല, മൂപ്പർക്ക് ഈ യൂസുഫ് അലിനെ ഭയങ്കര കാര്യമാണ്. ലുലുവിൻ്റെ ഏതൊരു മോളുണ്ടെങ്കിലും മൂപ്പർ അവിടെ ചാടി കയറിപ്പോവും. പിന്നെ അവിടെ ഒരു ബുക്കിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ഞാൻ പോലോ ഫാൻ ആയതുകൊണ്ട് കുറച്ച് നേരം ബുക്ക് ഇങ്ങനെ നോക്കി നിന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല, വായനൊക്കെ പണ്ടേ ആ വഴിക്ക് വിട്ടതാണ്. പിന്നെ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി സാധനങ്ങൾ ഇങ്ങനെ കണ്ട് വില നോക്കി നടന്നു. നല്ലത് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല. വാങ്ങിയത് തിന്നാനുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അത് ഈ കാണുന്നതിൽ നിന്ന് കുറേ പെറുക്കിയിട്ടിരുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പുറത്ത് പോകുന്നത്. ഫുഡ് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. എൻ്റെ മക്കൾക്ക് അങ്ങനെ ഇല്ലെങ്കിലും എനിക്കങ്ങനെയാണ്. പിന്നെ അവിടെ മിനിസോൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. സോ അവിടെ കയറി മക്കൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തു. അത്രയും നേരെ അവിടെ നിന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ശോഭ സിറ്റി മോളിലേക്കാണ് തിരിച്ചത്. മക്കൾക്ക് പ്ലേ ഏരിയയാണ് ഏറ്റവും മസ്റ്റ്. അപ്പോൾ അവിടെ അതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നേരെ ഒരു ഓട്ടോ വിളിച്ച് ശോഭ സിറ്റി മോളിലേക്ക് പോയി. അവിടെ നിന്ന് നേരെ അവിടുത്തെ പ്ലേ ഏരിയയിൽ പോയി. മക്കളുടെ കയ്യിൽ ഒരു 2 കൊല്ലം മുന്നത്തെ ഒരു കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നമുക്ക് എക്സ്പയർഡായി. ഇനി അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് അവർ ആ ഒരു കാർഡുള്ള ആവേശത്തിലാണ് പ്ലേ ഏരിയയിലേക്ക് ഓടിപ്പോയത്. പക്ഷെ അത് എക്സ്പയർഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പുതിയൊരു കാർഡ് വാങ്ങി റീചാർജ് ചെയ്തു, കളിക്കാൻ തുടങ്ങി. കുറച്ച് നേരം മക്കളുടെ കളിയൊക്കെ ഉപ്പച്ചി ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഉപ്പച്ചി തുടങ്ങിയിട്ട് അവരെ കൂടെ കളിക്കാൻ എല്ലാ ഗെയിംസിനും. അപ്പോഴാണ് ഐബക്കിനൊരു ഇൻട്രസ്റ്റ് തുടങ്ങിയത്. ഐബക്കിന് മെഹക്കിൻ്റെ കൂടെ കളിക്കുന്നതിനേക്കാളും ഒരു ആൺകുട്ടി ഒരു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഉപ്പച്ചി കൂടിയപ്പോൾ അവന് കംപ്ലീറ്റ് ഉഷാറായി. എല്ലാ ഗെയിംസിനും ഉപ്പച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നോക്കി ചിരിച്ചു പോയി സത്യം പറഞ്ഞാൽ. അവർ ഒരു തല്ലുകൂടിയിട്ടൊക്കെയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. ഈ ബോൾസ് എറിയുന്ന ഗെയിംസൊക്കെ ഉണ്ടല്ലോ, ഇനി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അതിൽ കാശ് കഴിയുന്നത് വരെ അവരവിടെ നിന്ന് കളിക്കാനായിരുന്നു. 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് എത്രയാണ് റീചാർജ് ചെയ്തത്, അതെല്ലാതും അവർ കളിച്ച് തീർത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഫീഡിങ് റൂമിൽ പോയി മോൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഫീഡ് ചെയ്തു ഒക്കെ ആയിട്ടാണ് ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു.
അത് കഴിഞ്ഞപ്പോഴേക്കിനും പിന്നെ നമുക്ക് ഫിലിമിൻ്റെ പ്ലാൻസൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു, വയ്യാതെ ആയിട്ടോ, ചൂടാണല്ലോ പുറത്ത്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. മെക്ഡിന്ന് 2 ബർഗേഴ്സ് അവർക്കും, നമ്മൾ 2 ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങി. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പുറത്ത് പോയപ്പോൾ കുറച്ചൊരു തണലൊക്കെ ഉണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ചു പോകാൻ ഈ ഒരു എൻട്രൻസ് നിന്ന് ശോഭ സിറ്റിയുടെ എൻട്രൻസ് വരെ കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മച്ചി അവരങ്ങ് നടത്തിച്ചു. അതായത് ഓട്ടോ വിളിക്കാമെന്നൊക്കെ കുറേ പറഞ്ഞു നോക്കി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോ ഒന്നും കിട്ടിയില്ല. കുറച്ച് നടക്കാനുള്ളതെന്നും പറഞ്ഞ് അവരങ്ങ് നടത്തിച്ചു ആ എൻട്രൻസ് വരെ. എന്നിട്ട് അവിടുന്ന് ഒരു ബസ്സും പിടിച്ചിട്ട് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇവർ ഓട്ടോ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു, നമ്മളത് മൈൻഡ് ആക്കിയില്ല. നമ്മൾ ബസ് കിട്ടും എന്ന് പറഞ്ഞു. ബസ് ഒരു 5:30-6 മണിയുടെ വീക്ക് ഡേയ്സിലത്തെ തിരക്ക് ഊഹിക്കാമല്ലോ. തൃശ്ശൂർ ടു ഗുരുവായൂർ വൻ തിരക്കായിരുന്നു. ബസ് കിട്ടി. തിരക്കുള്ള ബസ്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് തിരക്കുള്ള ബസ്സാണെങ്കിലും എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ആ ലാസ്റ്റത്തെ നീണ്ട സീറ്റ് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടോ. ആ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കുലുക്കായിരുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ ഒരു ഡേ വെൽ സ്പെൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. മക്കൾക്കും പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ബസ്സൊക്കെ കയറി കറങ്ങാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിരിക്കും. എന്തായാലും സീ യു നെക്സ്റ്റ് ടൈം. ബൈ.